ഇപ്പോൾ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. ലക്ക് കൊണ്ട് അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് ഇവിടെ ആരാണ് നിന്ന് പോകുന്നത് എന്നുള്ളത്. അവിടെ മിക്ക ആൾക്കാരും ഭാഗ്യം കൊണ്ടാണ് നിന്ന് പോകുന്നത്. അതാണ് സത്യം. ഈ ഷോ കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. കൂടുതൽ പേരും അവിടെ നിൽക്കുന്നത്, ഇപ്പോഴും നിൽക്കുന്നത്, നിന്നുകൊണ്ടിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവിടെ പലരോടും ചോദിക്കുന്നുണ്ട് ആരാണ് ഭാഗ്യം കൊണ്ട് നിന്ന് പോയതെന്നൊക്കെ. അപ്പം സായി ജാസ്മീനെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അൻസിബ ആരാ പറയുന്നത് അറിയില്ല. പറയുന്നത് വെച്ച് നോക്കിയിട്ട് അത് എനിക്ക് തോന്നുന്നു ആ ഫയറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് സിജോയെ ആയിരിക്കാം പറയുന്നത്. ജിൻഡോയെ കുറിച്ച് നോറയാണ് സംസാരിക്കുന്നത്. നോറയ്ക്ക് പിന്നെ എന്ത് കിട്ടിയാലും ജിൻഡോ ജിൻഡോ എന്നുള്ളൊരു ഇതേ ഉള്ളൂ. രാത്രി ഉറക്കത്തെ വിളിച്ചിട്ട് ചോദിച്ചാലും പറയും, എന്താണെങ്കിലും പറയും ജിൻഡോയാണെന്ന് പറയും. ലാലേട്ടൻ ചോദിക്കുമ്പോഴും പറയുന്നുണ്ട് ജിൻഡോയാണ് ഇവിടെ ലക്ക് കൊണ്ട് നിൽക്കുന്നത്. എന്തുകൊണ്ട് നിൽക്കുന്നത് എനിക്കറിയില്ല. ജനങ്ങൾ എന്ത് വോട്ടാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ത് ഭാഗ്യം കൊണ്ടാണ് നിന്ന് പോകുന്നത് എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എത്തിക്സ് ഇല്ലാതെ കളിക്കുന്നു എന്നൊക്കെയാണ് നോറയുടെ ഭാഗം. പക്ഷേ ജിൻഡോ നോറയ്ക്കിട്ട് താങ്ങുന്നുണ്ട്. അപ്പോഴും ലക്ക് കൊണ്ട് നിന്ന് പോകുന്നത് ഈ വീട്ടിൽ നോറയാണെന്നാണ് പറയുന്നത് ജിൻഡോ. അത് കറക്റ്റാണ്. ഒരു ലക്കിൻ്റെ മേളിൽ തന്നെയാണ് നോറ നിന്ന് പോകുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പല നോമിനേഷനുകളിൽ വന്നെന്ന് പറഞ്ഞാലും ഈ കുറേ പേരെ ജനങ്ങൾ പുറത്താക്കണം എന്ന് വിചാരിച്ച് കുറേ പേരെ പുറത്താക്കുന്ന ധൃതിയിൽ അല്ലെങ്കിൽ പുറത്താക്കാൻ വോട്ട് ചെയ്യുന്ന ഇതിൽ രക്ഷപ്പെട്ടു പോകുന്ന നോറ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഭാഗ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പവർ റൂം എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയായിരുന്നു. അത് ബിഗ് ബോസ് ആയിട്ട് തന്നെ ഉണ്ടായി കൊടുത്തതാണ് അവിടുത്തെ കണ്ടസ്റ്റൻസിന്. ആ പവർ റൂമിൽ നേരത്തെ പുറത്താകേണ്ട കുറേ പേര് ആദ്യമേ കയറി ആ പവർ റൂമിലേക്ക് കയറി അവിടെ ഇരിക്കും. രണ്ടാഴ്ചയൊക്കെ കണ്ടിന്യൂ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്നും പുറത്താക്കാൻ പറ്റാത്തത് കൊണ്ട് ചില നല്ല കളിക്കാരൊക്കെ വെളിയിൽ പോയിട്ടുമുണ്ട്. അവിടെ നിൽക്കണം എന്ന് റിസർവ് ചെയ്ത ആൾക്കാർ തന്നെ പുറത്തു പോയ ആൾക്കാരും ഉണ്ട്. എന്തായാലും നോറ ജിൻഡോയെ വിട്ടുപിടിക്കാൻ തയ്യാറല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നോറയിനെയും ഈ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനമൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ അടുത്ത എവിക്ഷനൊക്കെ നോറയ്ക്ക് ഭയങ്കര പാടായിരിക്കും കടന്നു വരാൻ. 1-2 ആഴ്ചയിൽ കൂടുതൽ നോറ അവിടെ നിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നോറയാണ് ഇവിടെ ഇപ്പോൾ ലക്കിൽ ഈ പറഞ്ഞതിൽ നിന്നുകൊടുക്കാൻ. നോറ മാത്രമല്ല, പലരും ഉണ്ട്. ഞാനിപ്പോൾ നോറ ജിൻഡോയെക്കുറിച്ച് എത്തിക്സിൻ്റെ കാര്യമൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മിക്കവാറും നോറ പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അവിടെ ലക്ക് കൊണ്ട് നിൽക്കുന്ന അവിടെ 100-ൽ 85% ആൾക്കാരും ലക്ക് കൊണ്ട് മാത്രം നിൽക്കുന്നവരാണ്. ആരും അവിടെ ഗെയിമിൽ ഈ ബിഗ് ബോസ് എന്ന ഗെയിമിൽ റിസർവ് ചെയ്യുന്ന ആൾക്കാരല്ല. പലരും പിന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്ത് ഗെയിം കളിച്ചു, ടാസ്കിൽ ഇങ്ങനെ കളിച്ചു, ടാസ്ക് കളിക്കുന്നതാണല്ലോ മെയിൻ എന്ന്. ഈ ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, ഈ ടാസ്ക് ഇതിൻ്റെ ഒരു മെയിൻ അല്ല. ടാസ്ക് അല്ല ഒരു വിജയെ തീരുമാനിക്കുന്നത്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്നത്, അന്ന് ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയുമായിരുന്നു, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം മൈൻഡ് ഗെയിം എന്നാണ്. മൈൻഡ് ഗെയിം കളിക്കുന്ന ആരെയും എനിക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും. പിന്നെ അൻസിബ ഒരു മൈൻഡ് ഗെയിമർ ആണ് എന്ന് നമ്മൾ പറയുന്നത്, അൻസിബ ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ പറയുന്നത് മൈൻഡ് ഗെയിം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാമായിരുന്നു. പക്ഷെ അതും ഒരു വലിയൊരു മൈൻഡ് ഗെയിമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മൈൻഡ് ഗെയിം കളിക്കുന്ന ആരും ഉണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല ഈ ബിഗ് ബോസ് ഷോയിൽ, ബിഗ് ബോസ് സീസൺ 6-ൽ. പിന്നെ ടാസ്ക് കളിക്കുന്നു. അപ്പോൾ ടാസ്കിലാണ് സത്യം പറഞ്ഞാൽ ഈ സീസണിൽ കൂടുതൽ പേരും എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ നോക്കുന്ന ടാസ്കും നോക്കുന്നുണ്ട്. സാധാരണ മറ്റുള്ള സീസണുകളിലൊന്നും ടാസ്കുകളൊന്നും അധികം ആരും ശ്രദ്ധിക്കാറില്ലെന്നല്ല, ടാസ്ക് വിലയിരുത്താറുണ്ടെങ്കിലും ഒരു വിജയിക്കുന്നതിന് ഒരു മാനദണ്ഡം ഒരിക്കലും ഈ ബിഗ് ബോസ് ഷോ ടാസ്ക് ബേസ് അല്ല. മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് മൈൻഡ് ഗെയിം കളിക്കുന്ന ആൾക്കാരായി കൂടുതലും എല്ലാ ബിഗ് ബോസ് ഷോയിലും ജയിച്ചിട്ടുള്ളൂ മൈൻഡ് ഗെയിമാണിത്. പക്ഷെ അങ്ങനെ ഒരു വലിയൊരു മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരാളെയും ഞാൻ അവിടെ കണ്ടിട്ടില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നോറയും ജിൻഡോയും തമ്മിൽ കൊമ്പ് ഓർക്കുന്നുണ്ട്. എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണെന്നുള്ളത്. അങ്ങനെ പലരും പലരെക്കുറിച്ചും പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന്, ആരൊക്കെയാണ് ലക്കിൽ നിൽക്കുന്നു എന്ന് വീട്ടുകാർക്ക് തോന്നുന്നതെന്ന് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ കാണാം.